എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഓഫ് ഗ്രിഡ് സോളാർ ചേഞ്ച് ഓവർ സ്വിച്ച് ആണ്. പൊതുവെ നമുക്കിത് ഓൺലൈൻ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷെ അത് വളരെ ചീപ്പായിട്ടുള്ളതും പ്ലാസ്റ്റിക് ക്യാബിനറ്റിൽ വരുന്നതുമായിട്ടുള്ള ഇത്രയും കൺട്രോൾസ് ഒന്നും ഇല്ലാത്ത ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന്റെ ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ച് ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. സാധാരണ ഓഫ് ഗ്രിഡ് സോളാർ ചേഞ്ച് ഓവർ സ്വിച്ച് വെക്കുന്നത് 12 വോൾട്ട് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന സാധാരണ ഒരു സിംഗിൾ സോളാർ പാനലൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന ചെറിയ ഉപഭോക്താക്കൾക്കാണ് ഇതേപോലെയുള്ള ഒരു ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ചിന്റെ ആവശ്യം. അപ്പൊ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ ഒരു ബ്രോഷർ കൂടി ഇവിടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേതാജി സോളാർ ലിങ്ക്സ് സോളാർ ഓഫ് ഗ്രിഡ് കൺട്രോൾ പാനൽ ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ച്, ഇതാണ് ഇതിന്റെ ഒരു പാനൽ. ഇതിന്റെ ഒരു കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഈ ബ്രോഷർ നിങ്ങൾക്ക് ഈ വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ PDF ആയിട്ടുള്ള ബ്രോഷർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, അതായത് സോഫ്റ്റ് കോപ്പി. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ഒരു കോൺടാക്ട് നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ആലപ്പുഴ ഭാഗത്തു നിന്നുള്ള സംരംഭകന്റെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സാധാരണക്കാർക്കായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് വേണ്ടിയാണ്. സാധാരണ നമ്മൾ 12 വോൾട്ട് സിസ്റ്റം, അതായത് ഇൻവെർട്ടറുകൾ, MPPT അടങ്ങുന്ന സോളാർ ചാർജുകൾ കൺട്രോളൊക്കെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യിക്കുന്നത്. അതിലും കുറഞ്ഞ ചാർജ് കൺട്രോളർ, അതായത് PWM ഒക്കെ വെച്ച് ആൾക്കാർ വർക്ക് ചെയ്യിക്കുന്നുണ്ട്. പക്ഷേ അതിന് എഫിഷ്യൻസി കുറവായതുകൊണ്ട് ബാറ്ററി ചാർജിങ് ടൈം വളരെ ഹൈ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് നമുക്ക് അതുകൊണ്ടുള്ള പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്തത് കൊണ്ടാണ് പലരും MPPT എന്ന മാക്സിമം പവർ പോയിന്റ് ട്രാക്ക് ഈ സോളാർ ചാർജ് കൺട്രോളിലോട്ട് പോയിട്ടുള്ളത്. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ അത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഒരുപാടാണ്. കാരണം മറ്റ് PWM പോലെയുള്ള ചാർജ് കൺട്രോൾ വെച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആണ് ശരിക്കും. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ബാറ്ററി ചാർജ് ആകുന്നതിന് വേണ്ടി രാവിലെ മുതൽ ഉച്ച വരെ ഇല്ലെങ്കിൽ 2 മണി വരെയൊക്കെ ഇങ്ങനെ ടൈം പോയിക്കൊണ്ടിരിക്കും അത് ഫുള്ളാകാനായിട്ട്. MPPT ആണെങ്കിൽ രാവിലെ ഏകദേശം നോർമൽ ടൈം ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ബാറ്ററി ഫുള്ളാവുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനാണ് നമുക്ക് ഇതേപോലെയുള്ള ഒരു ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളതും എക്കണോമിക്കലായിട്ടുള്ളതുമായിട്ടുള്ള ചെറിയൊരു ക്യാബിനറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇലക്ട്രിക്കൽ 4-വേ DB ഉപയോഗിക്കുന്നവർക്കറിയാം. 4 പോളിൻ്റെ MCB വെക്കുന്നതോ അല്ലെങ്കിൽ ഐസൊലേറ്റർ വെക്കുന്നതോ ആയിട്ടുള്ള അത്രയുമുള്ള ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള മെറ്റൽ DB ബോക്സിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെയുള്ള ഒരു മെറ്റൽ DB ബോക്സ് ഇതിൻ്റെ സംരംഭകൻ തന്നെ ഇത് ഡിസൈൻ ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ മുന്നിലുള്ള സ്റ്റിക്കറൊക്കെ അദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്ത് ഇതിന് വേണ്ട രീതിയിൽ എത്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ വരുന്നത് സോളാർ പാനൽ ഐസൊലേറ്റർ സ്വിച്ച് ആണത്. അപ്പോൾ നമ്മളൊരു സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് ബ്രേക്കർ വെക്കാറുണ്ട്, അതായത് DC ബ്രേക്കറാണ്. അപ്പോൾ അത് DC ബ്രേക്കറിൻ്റെ 2 ഗുണമുണ്ട്. അതിനൊരു ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും ഓവർ ആംബിയർ ഡിറ്റക്ഷനും അതേപോലെ ഓൺ ഓഫ് സൗകര്യമുണ്ട്. അതിനാകുമ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റം നമ്മൾ വെക്കുകയാണെങ്കിൽ ആ ഒരു സ്വിച്ചിന് ഏകദേശം 1000-നും 1500-നും ഇടയിലാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ ഒരു കൺട്രോൾ സ്വിച്ചാണ് വെച്ചിരിക്കുന്നത്. സാധാരണ ഇലക്ട്രിക്കൽ DBയിൽ വെക്കുന്ന പോലെയുള്ള ഒരു കൺട്രോൾ സ്വിച്ചാണ്. 2 പോളാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അതായത് സോളാറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇതിലോട്ട് ഡയറക്റ്റ് നമുക്ക് കൊടുക്കാം. ഇതിന്റെ ഔട്ടിൽ നിന്നാണ് MPPTയിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് നമുക്ക് അത് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഈ സ്വിച്ചിനാണെങ്കിൽ അതിന്റെ 3-1 വിലയേ ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ കോസ്റ്റ് വളരെയധികം നമുക്ക് കുറക്കാൻ സാധിക്കും. പിന്നെ അടുത്തതായിട്ട് ഇവിടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ഫീസ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഡിക്കേറ്റർ എൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MPPT വഴി ഗ്രിഡ് കണക്ഷൻ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഇവിടെയും ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വരുന്നത് 3 കൺട്രോൾ സ്വിച്ചുകളാണ്. അപ്പോൾ ഈ കൺട്രോൾ സ്വിച്ചുകളെല്ലാം ഇതിന്റെ പൊസിഷൻ മുകളിലെത്തത് വശത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. ഇവിടെ S1 എന്ന് എഴുതിയിട്ടുള്ളത് മെയിൻ ആയിട്ടുള്ള കൺട്രോൾ സ്വിച്ച് ആണ്. S2 എന്ന് പറയുന്നത് എമർജൻസി ചേഞ്ച് ഓവർ സ്വിച്ച് ആണ്. അതേപോലെ S3 എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് സോളാർ ടു മെയിൻ സ്വിച്ച് ആണ്. S4 എന്ന് പറയുന്നത് ചേഞ്ച് ഓവർ നോർമൽ സ്വിച്ച് ആണ്. അപ്പോൾ ഇതിന്റെയൊക്കെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ചിന്റെ പ്രവർത്തനം ഡേ ടൈമിലാണ് നമുക്ക് സോളാർ പ്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 9 മണിയോടുകൂടി ബാറ്ററി ഫുള്ളാക്കിയിട്ട് ലൈവ് മോഡിലോട്ട് വരുന്നു. അപ്പോൾ ഈ ലൈവ് മോഡിലാണ് നമ്മൾ വീട്ടിലുള്ള നോർമൽ യൂണിറ്റുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ ടൈപ്പുള്ള ഫ്രിഡ്ജുകളൊക്കെ അതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ആ ഒരു ഫ്രിഡ്ജും അതേപോലെ BLDC സിസ്റ്റമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ സാധാരണ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ നമ്മൾ കുറച്ച് ഓവറായിട്ടുള്ള ലോഡ് കൊടുക്കുകയാണെങ്കിൽ പൊതുവെയുള്ള ഒരു വയറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടറിന് വേണ്ടി ചെറിയൊരു വയറിംഗ് ചെയ്തിട്ടുണ്ടാകും. അതിൽ 1-2 പ്ലഗുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. കൂടുതലും മൊബൈൽ ചാർജർ അതേപോലെ ഇപ്പോഴത്തെ LED TVകളൊക്കെ
ഒക്കെ വെക്കുന്നതിനും. അപ്പോൾ അതേപോലെ ആ പ്ലഗുകളിൽ നോർമലി നമ്മൾ വീട്ടിലിപ്പോൾ ഉള്ളൊരു വാക്യൂം ക്ലീനറോ അതേപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ പവർ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റി കുറവായതുകൊണ്ട് അത് ചിലപ്പോൾ ഓഫായി പോയിട്ട് വീണ്ടും ഓൺ ആവും. ആ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ഈ സ്വിച്ച് മെയിൻസിലോട്ട് ആക്കിയിട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ആ സിസ്റ്റം എല്ലാം മെയിൻസിൽ വർക്ക് ചെയ്യുകയും ബാറ്ററി ചാർജിങ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് സോളാറിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് സോളാർ പാനൽ കൊണ്ടുള്ള ലോസ് വരുന്നില്ല, കാരണം ആ ബാറ്ററി ഫുള്ളാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ 90% ബാറ്ററി ചാർജിങ് ഫുള്ളായിരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് ലൈവ് മോഡിൽ ബാറ്ററീനെ ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള എമർജൻസി സർജ് ലോഡ് എന്തെങ്കിലും പിടിക്കുന്ന ഐറ്റം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് സിസ്റ്റം ഓഫായി പോകുന്ന അവസ്ഥ വരുമ്പോൾ കുറച്ച് നേരത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ച് മാനുവൽ പൊസിഷനിൽ, അതായത് മെയിൻസ് പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രവർത്തനം സോളാർ ഓഫ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ സിസ്റ്റത്തെ ബാധിക്കാണ്ടും നമുക്കത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഓട്ടോ പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ സാധാരണ ഇൻവെർട്ടർ മോഡിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോട്ട് ചെയ്തിരിക്കുന്നത് ഫോർ ഷിഫ്റ്റിംഗ് ലോഡ് ബിറ്റ്വീൻ മെയിൻസ് ആൻഡ് ഇൻവെർട്ടർ സപ്ലൈ. നോർമൽ പൊസിഷൻ ഇൻവെർട്ടർ മോഡ്, അതായത് ഇൻവെർട്ടർ മോഡാണ് നമ്മൾ നോർമലി ലൈവ് മോഡ് പോകുന്നത്. മെയിൻസ് എന്ന് പറഞ്ഞാൽ ഗ്രിഡ് ഉള്ളപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു പൊസിഷനാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഫോഴ്സ്ഡ് ടു മെയിൻ സ്വിച്ച് ഫോർ ഷിഫ്റ്റിംഗ് ലോഡ് ഫ്രം സോളാർ ടു മെയിൻസ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്വിച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ സോളാറിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്വിച്ച് നോർമലി ഉള്ള സോളാർ പൊസിഷനിലായിരിക്കുള്ളൂ. പെട്ടെന്നൊരു ക്ലൈമറ്റ് ചേഞ്ച് വന്നു, അല്ലെങ്കിൽ ആ ഒരു വെതർ ഒന്ന് മാറി ഡാർക്ക് ആവുന്ന ഒരു പൊസിഷനിൽ നമ്മുടെ വീട്ടിലുള്ള ലോഡുകൾ കംപ്ലീറ്റ് അതിൽ ഓടാതെ വരുന്നു. അതായത് ഡീപ്പ് ഡിസ്ചാർജ് കൊണ്ട് ബാറ്ററി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും ആ ബാറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ ഒരു മോഡ് നമുക്ക് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ആ ലോഡ് കുറയ്ക്കേണ്ടി വരും. സാധാരണഗതിയിൽ നമ്മൾ സോളാർ മോഡിലായിരിക്കുള്ളൂ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡീപ്പ് ഡിസ്ചാർജിങ് വരുന്ന സമയമാണെങ്കിൽ, അതായത് നമ്മൾ കൂടുതൽ ലോഡ് ഉപയോഗിക്കുമ്പോൾ ബാറ്ററി ഡീപ്പ് ഡിസ്ചാർജിങ് വരാതിരിക്കാൻ നമുക്ക് ആ സമയത്ത് ഈ സ്വിച്ച് ഒന്ന് മെയിൻസിലോട്ടാക്കി കഴിഞ്ഞാൽ ആ ബാറ്ററിയുടെ ഡീപ്പ് ഡിസ്ചാർജിങ് മോഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം. കൂടുതൽ നേരം ചിലപ്പോൾ മഴ പെയ്യുന്ന ഒരു കണ്ടീഷൻ, പെട്ടെന്നൊന്നൊരു മഴ വന്നു, ആ സമയത്ത് നമുക്ക് ഈ സ്വിച്ച് മെയിൻസിലോട്ട് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ലോഡ് മെയിൻസിൽ വർക്ക് ചെയ്യുകയും അതേപോലെ ബാറ്ററി ചാർജിങ് ആ സമയത്ത് കിട്ടുന്ന സോളാർ പവറിൽ ബാറ്ററി ഫുൾ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ബാറ്ററി ചാർജ് മെയിൻസിൽ നിന്നും ഒരിക്കലും എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് ബാറ്ററി ചാർജിങ് ശരിക്കും ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ സ്വിച്ച് നേരെ താഴ്ത്തോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻസ് ലോഡുകൾ കംപ്ലീറ്റ് KCB അല്ലെങ്കിൽ ഗ്രിഡ് വഴി പോയിക്കൊണ്ടിരിക്കും. സോളാറിന്റെ പാനലിൽ നിന്നും വരുന്ന കണക്ഷൻ ഉള്ള പവർ വെച്ചിട്ട് ബാറ്ററിയെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ ബാറ്ററിയുടെ ഒരു പ്രൊട്ടക്ഷനും കൂടിയാണ്. അതേപോലെ നമ്മുടെ വീട്ടിലുള്ള ലോഡ് ഡാർക്ക് സിറ്റുവേഷനിൽ മെയിൻസിൽ നമുക്ക് ഓടിക്കുകയും ചെയ്യാം. ഇത് മാനുവലി ചെയ്യേണ്ട കാര്യമാണ്. നോർമലി ഇതെല്ലാം ഓട്ടോയിൽ ഇട്ടാൽ മതി. ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ നോർമലി നമുക്ക് ഈ ഒരു സിസ്റ്റം ഒക്കെ നമുക്ക് വീട്ടിലുള്ള സാധാരണ ആർക്കും തന്നെ ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ്. ഇനി അടുത്തൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ S4 ചേഞ്ച് ഓവർ സ്വിച്ച് ഫോർ വർക്കിംഗ് ദ ഇൻവെർട്ടർ ബൈ മെയിൻസ് ഓർ സോളാർ. അപ്പോൾ ഈ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞാൽ സോളാർ മോഡും മെയിൻസ് മോഡുമാണ് ഉള്ളത്. ഈ സ്വിച്ച് സോളാർ മോഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇത് സോളാർ മോഡിൽ ഫുള്ള് വർക്ക് ആവുകയുള്ളൂ. മെയിൻസ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് മെയിൻസ് മോഡിലായിരിക്കുള്ളൂ. അതായത് ബാറ്ററി ചാർജിങ് അടക്കം മെയിൻസ് മോഡിലാണ്. ഇതിൽ നോർമൽ പൊസിഷൻ സോളാർ എന്ന് എഴുതിയിട്ടുണ്ട്, എല്ലാത്തിലും അതിൻ്റെ നോർമൽ പൊസിഷൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് മാനുവലി ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. ഈ സ്വിച്ച് താഴ്ത്തോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ചാർജിങ് അടക്കം നമുക്ക് മെയിൻസ് വഴി കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വൈകുന്നേരത്തെ സമയത്ത് സോളാർ ഔട്ടായി, വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം നമ്മുടെ പവർ വീട്ടിലുള്ള മെയിൻസ് പവർ പോയി. മെയിൻസ് പവർ പോകുമ്പോൾ നമുക്ക് ഇൻവെർട്ടർ മോഡിലായിരിക്കും യൂണിറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഇൻവെർട്ടർ മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ കുറേ നേരം കഴിയുമ്പോൾ ബാറ്ററിയുടെ ചാർജ് ഡൗൺ ആകാൻ തുടങ്ങും. വീണ്ടും കറണ്ട് വന്നു. കറണ്ട് വരുമ്പോഴും നമ്മൾ ഈ സോളാർ പൊസിഷനിലാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അവിടെ ബാറ്ററി ചാർജിങ് എന്നുള്ള ഒരു പ്രക്രിയ നടക്കാണ്ട് വരും. അപ്പോൾ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി കറണ്ട് പോയി, ഒരു അരമണിക്കൂറും കൂടി പോയാൽ ബാറ്ററി വളരെ ഡീപ്പ് ഡിസ്ചാർജഡ് ആയി. നമ്മൾ നൈറ്റിൽ ഉറങ്ങുന്ന സമയത്ത് ഒരു കറണ്ട് പോകുന്ന സാഹചര്യം വന്നാൽ നമ്മുടെ വീട്ടിലുള്ള ഇൻവെർട്ടർ വർക്ക് ചെയ്യാതെ വരും. കാരണം ബാറ്ററി ലോ ആയി കഴിഞ്ഞാൽ ഇൻവെർട്ടർ അത് സ്റ്റോപ്പ് ചെയ്യും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആ ഒരു ഘട്ടങ്ങളിൽ നമുക്ക് ഈ സ്വിച്ച് താഴ്ത്തോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് പോയി വരുമ്പോൾ KCB വഴി ആ ബാറ്ററീനെ നോർമലി ഉള്ള ചാർജിങ് പൊസിഷനിൽ എത്തിച്ച് നിർത്തും. അപ്പോൾ രാത്രി നമുക്ക് കറണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് തടയാൻ പറ്റും. അതായത് കറണ്ട് പോയി കഴിഞ്ഞാൽ നോർമലി KCB വഴി ബാറ്ററി ചാർജ് ആകുകയും ആ കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇൻവെർട്ടർ മോഡിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ. അപ്പോൾ ഞാൻ ഈ ബ്രോഷറിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാത്തത്, ഈ ബ്രോഷറിൽ 7 പേജുകളാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഫുൾ വർക്കിംഗ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നോർമലി വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇംഗ്ലീഷ് മോഡലിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രോഷർ വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് എഴുതിയിട്ടുണ്ട്. വളരെ ഞാനിത് കൂടുതൽ വായിച്ച് വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. നിങ്ങൾക്ക് ഇത് ബ്രോഷർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ എഴുതിയിരിക്കുന്ന കസ്റ്റമർ കെയർ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളത് വീഡിയോയുടെ താഴത്ത് ഈ നമ്പർ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴയിലുള്ള ഒരു സംരംഭകനാണ് ഇങ്ങനെ ഒരു യൂണിറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ നീണ്ട ഒരു പരീക്ഷണത്തിന് ശേഷമാണ് അദ്ദേഹം ഇത് ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഇത് പരീക്ഷിച്ചു വളരെ സക്സസ് ആയ ശേഷം ആണ് ഇങ്ങനെ ഒരു യൂണിറ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിനെ കുറിച്ച് ആദ്യം തന്നെ അദ്ദേഹം നമ്മളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളെ ആ ഒരു ഘട്ടത്തിൽ അറിയിച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് അപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ വിജയം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മളിത് എടുത്തു പറയുന്നത്. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ വീടുകളിൽ സ്ഥാപിക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കായാലും ഈ സംഭവം ഓൺ ഓഫ് ചെയ്യാനും അതേപോലെ മൈൻസ് മോഡിലോട്ട് ഇടുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നേ ഉള്ളൂ. ഇന്ന കാര്യങ്ങൾ നമ്മളിത് വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾക്ക് ഇത് വളരെയധികം പരിചയമാവും. കാരണം നമുക്ക് പെട്ടെന്നൊരു യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ കുറേ കൺട്രോൾ സ്വിച്ചും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആകെ വറീഡാകേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുമുണ്ട്, ഇതിൻ്റെ പുറത്തുമുണ്ട്. പുറത്തപ്പോൾ നമ്മൾ ഇതിൽ ഒരു വയർ ഇട്ടിരിക്കുന്നത് ഒരു ബ്ലാക്ക് വയറും ഒരു റെഡ് വയറുമാണ്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ബ്ലാക്ക് വയറും റെഡ് വയറിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. റെഡ് വയർ ടു ഫേസ് ഇൻ ടെർമിനൽ ഓഫ് MPPT. അതായത് MPPTയിൽ ഒരു ഫേസ് ഇന്നും ഫേസ് ഔട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ MPPTയിലോട്ടുള്ള കറണ്ട് കൊടുക്കുന്നത് ഇതിൽ നിന്നും വരുന്ന ഒരു സപ്ലൈ ആയിട്ടുള്ള ഈ റെഡ് വയറാണ്. അതേപോലെ ബ്ലാക്ക് വയർ ഫേസ് ഔട്ട് ടെർമിനൽ ടു MPPT. അപ്പോൾ ഈ MPPTയിൽ നിന്ന് വരുന്ന ഫേസ് ഔട്ടിലാണ് ഈ ബ്ലാക്ക് വയർ കൊടുക്കേണ്ടത്. ബാക്കിയുള്ള കണക്ഷൻസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഈ സ്വിച്ച് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ആവുന്നതാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് വിട്ടുപോകാതിരിക്കാൻ ഇവിടെ ഒരു ടാഗ് വെച്ച് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, സാധാരണ ശ്രദ്ധിച്ച് നമ്മളിത് ഊരിയാൽ മതി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയി. നമുക്കിതിൻ്റെ അകവശം ഒന്ന് നോക്കാം. ഇവിടെയാണ് റോട്ടർ സ്വിച്ച് വെച്ചിരിക്കുന്നത്. അതായത് സോളാർ പാനൽ കൺട്രോൾ ചെയ്യാവുന്നത്. അതിൻ്റെ കണക്ഷൻസ് ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഇവിടെ പ്ലസ് മൈനസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട് ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പോളുകളാണ് ഇവിടെ ഉള്ളത്. സിംഗിൾ ആയിട്ട് സ്വിച്ച് ചെയ്യാവുന്ന 2 പോളുകൾ. പിന്നെ ഇവിടെ ഒരു SMBS ആണ് വെച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഹെവി ആയിട്ടുള്ള ഒരു റിലേ കോണ്ടാക്ട് സ്വിച്ച് ഉണ്ട്. അപ്പോൾ ആ റിലേ കോണ്ടാക്ട് സ്വിച്ച് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു 5 വോൾട്ടിന്റെ SMBS സർക്യൂട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് കൺട്രോൾ സ്വിച്ചുകൾ വെച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് ഇവിടെയാണ് ഇതിന്റെ കണക്ഷൻ ടെർമിനലുകൾ വെച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ 2 പോളിന്റെ 1 2 3 4 HT കണക്ടറുകളാണ് വെച്ചിരിക്കുന്നത്. അതിൽ 4 കണക്ടറുകളിൽ ഒരു കണക്ടറിൽ ഒരു ലൈൻ നില്ലാണ്, അതായത് ഫ്രീ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 വേ കണക്ടറുകളിൽ ഒന്നാമത്തെ വയർ ന്യൂട്രലാണ്, രണ്ടാമത്തെ വയർ ലോഡ് ലൈനാണ്. അപ്പോൾ ഈ ലോഡ് ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ടുള്ള ഇൻവെർട്ടറിൽ നിന്ന് പോകുന്ന ഔട്ടാണ് ഈ ലോഡ് ലൈൻ വരുന്നത്. സാധാരണ വീട്ടിലോട്ട് നമ്മൾ ലോഡ് എടുത്ത് ഇൻവെർട്ടറിലോട്ട് കൊടുക്കാറുണ്ട്. ആ ലോഡ് ഇൻവെർട്ടറിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇൻവെർട്ടറിൽ നിന്ന് വഴിയായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ ലൈറ്റ് ലോഡ്, ഫാൻ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതേപോലെ ഇൻവെർട്ടർ ഫ്രിഡ്ജുകളൊക്കെ നമ്മളിത് കൊടുക്കാറുണ്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകളിലൊക്കെ. അപ്പോൾ ആ ഒരു ലോഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ടെർമിനലാണ് അതിന്റെ ഫേസ് ലൈനാണ് ഇവിടെ കൊടുക്കേണ്ടത്. രണ്ടാമത് വരുന്നത് 230 വോൾട്ട് AC ഫ്രം ഇൻവെർട്ടർ. അപ്പോൾ 230 വോൾട്ട് ഫ്രം ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഫ്രം ഇൻവെർട്ടർ. അതായത് ഇവിടെ നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഔട്ടാണ് ഇവിടെ കൊടുക്കുക. നമ്മളിവിടെ വീട്ടിലെ ലോഡ് ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ ഔട്ടാണ് കൊടുക്കും. അപ്പോൾ അത് സ്വിച്ച് ചെയ്യുന്നത് ഈ റിലേ വഴിയാണ്. സാധാരണ നമ്മൾ ഇൻവെർട്ടറിലോട്ട് ലോഡ് കൊടുക്കുന്ന വയർ സ്വാഭാവികമായിട്ട് ഇൻവെർട്ടറിൽ തന്നെ ഉള്ള ഔട്ടിലാണ് കൊടുക്കുന്നത്. അതിന് പകരം നമ്മൾ ഇവിടെ കൺട്രോൾ സ്വിച്ച് വഴി വരുമ്പോൾ ഇവിടെ ഇൻവെർട്ടറിൻ്റെ ലോഡിലോട്ട് കൊടുക്കുന്ന വയർ ഇവിടെയും ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന ഔട്ട് കൊടുക്കുന്നത് ഇവിടെയുമാണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു വെള്ള കണക്ടറാണ് ഇട്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പിന്നെ വരുന്നത് ടു ഇൻവെർട്ടർ ഫേസ് ആണ്. അപ്പോൾ ഇൻവെർട്ടർ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിഡിൽ നിന്നും വരുന്ന ഫേസ് കൊടുക്കേണ്ടത് ഇവിടെയാണ്. അതായത് ഫേസ് ഇൻപുട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് വരുന്നത് ടു ഇൻവെർട്ടർ ന്യൂട്രൽ. ഇപ്പോൾ ഇൻവെർട്ടറിലോട്ട് പോകുന്ന ഒരു ന്യൂട്രൽ ഇവിടെയാണ് കൊടുക്കുക. കോമൺ ആയിട്ട് ഇവിടെ ന്യൂട്രലിൽ ലിങ്ക് ചെയ്തിരിക്കണമെങ്കിലും നമ്മളിപ്പോൾ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ ആ ഒരു പൊസിഷനിൽ നമുക്ക് ഈ ഒരു ഓർഡറിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. അപ്പോൾ ഇൻവെർട്ടറിലോട്ടുള്ള ഫേസ്, ഇൻവെർട്ടറിലോട്ടുള്ള ന്യൂട്രൽ ഇവിടെയാണ് കൊടുക്കുന്നത്. അതേപോലെ KCBയിൽ നിന്നും വരുന്ന ഫേസ് ഇവിടെയാണ് കൊടുക്കുന്നത്. പിന്നെ അടുത്ത് വരുന്ന ഈ 2 കണക്ടർ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ബ്ലാക്കും റെഡും വയർ കോറിൽ വരുന്നതാണ് MPPTയിലോട്ട് കൊടുക്കാനുള്ളതാണ്. സാധാരണ MPPTയിൽ നിന്നും വരുന്ന ഹൈബ്രിഡ് സ്വിച്ച് ചെയ്യുന്ന 2 കണക്ടറുകളുണ്ടാവും, ഫേസ് ഇൻ ഫേസ് ഔട്ട്. അത് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ കൃത്യമായിട്ട് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലെ സവിശേഷതകൾ. നമുക്കിനി ഇതിൻ്റെ ബാക്ക് സൈഡ് കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്കിവിടെ 4 സ്ക്രൂ ഹോൾ ഉണ്ട്. അത് വാൾ മൗണ്ട് ചെയ്യാനുള്ളതാണ്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന റിലേ സ്വിച്ച് സ്ക്രൂ ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. നമുക്ക് എന്തെങ്കിലും സർവീസിനൊക്കെ ആണെങ്കിൽ ഈ റിലേ സ്വിച്ച് അഴിക്കാനായിട്ട് ഈ ക്യാബിനറ്റ് അഴിക്കേണ്ട ആവശ്യമില്ല. ഈ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് സ്ക്രൂ അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ റിലേ സ്വിച്ച് അഴിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചേഞ്ച് ഓവർ സ്വിച്ചിനെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്രോഷർ വാങ്ങുകയോ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മുഖേന ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് GST രജിസ്ട്രേഷനൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിത് കൂടുതൽ പ്രൊട്ടക്ഷനും അതേപോലെ ഇതിന് പേറ്റന്റും കൂടി എടുത്തെടുക്കണതുകൊണ്ട് ഇതേപോലെ ഒരു യൂണിറ്റ് ഇനി മറ്റാർക്കും ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. GST ബില്ലോടുകൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത്. അതേപോലെ ഇതിൻ്റെ സർവീസ് വാറണ്ടി കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത് വാട്സാപ്പ് മുഖേന ആയിരിക്കും ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്രോഷർ നിങ്ങൾക്ക് തീർത്തും സൗജന്യമായിട്ടാണ് അയച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറുകിട സംരംഭകരാണ് നമ്മളുടെ നാട്ടിലുള്ള ആളുകൾ. കാരണം ഇതേപോലെയുള്ള പല പ്രോഡക്റ്റുകളും നമുക്ക് ഓൺലൈൻ മാർക്കറ്റിൽ കിട്ടുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ക്വാളിറ്റി അഴിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. കാരണം പല ഇൻവെർട്ടറുകളും അതേപോലെയുള്ള MPPT ചാർജ് കൺട്രോളറും കാഴ്ചയിൽ നല്ല ഭംഗി തോന്നുമെങ്കിൽ അത് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് ട്രബിൾ വരുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് ഒരു തരത്തിലും അത് റിപ്പയർ ചെയ്യാൻ സാധിക്കാത്ത രീതിയിലാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചില അവസരത്തിൽ അത് വളരെ ചീപ്പ് റേറ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ പോയി ചാടുമ്പോൾ അതിൽ ബാക്കിൽ വരുന്ന കുറേ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സംരംഭം തീർത്തും നമുക്ക് വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് തീർത്തും വിശ്വസനീയമായ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് നമ്മളിത് ഇവിടെ പരിചയപ്പെടുത്തുന്നതും അതേപോലെ നമ്മളിത് യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളത് കൊണ്ടുമാണ്. സാധാരണ ഞാനൊരു പ്രോഡക്റ്റ് ശരിക്കും ഉപയോഗിച്ച് നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാറ്. കാരണം അതിനെന്തെങ്കിലും ഫോൾട്ടുകളോ ഡ്രോബാക്കുകളോ ഉണ്ടോ എന്ന് അറിയാതെ നമ്മൾ ഒരു കണ്ടന്റ് നമ്മൾ പുറത്തോട്ട് വിടുന്നതല്ല. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പരീക്ഷിച്ച് ടെസ്റ്റ് ചെയ്ത ശേഷമാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.